പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നിസ്തുലനായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെയും പ്രഭാത വന്ദനത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. 20-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദശകലമാണ് ഈ രാവിലെ നാം ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായത്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഈ ലോകത്തിലായിരിക്കുന്ന ജാതി മത വർഗ വ്യത്യാസമില്ലാതെ, വലിയവനോ ചെറിയവനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് കഷ്ടകാലം എന്ന് പറയുന്നത്. എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് പറഞ്ഞുപോയി, എൻ്റെ കഷ്ടകാലത്തിൽ ഞാനത് ചെയ്തു പോയി, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ അവിടെ വരെ ചെല്ലേണ്ടി വന്നു. അങ്ങനെ പലതലങ്ങളിൽ ഈ കഷ്ടകാലം ചേർത്ത് ഞാനും നിങ്ങളും ലോകമൊക്കെ സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം ഈ രാവിലെ പറയുന്നു, യഹോവ കഷ്ടകാലത്തിൽ. അപ്പം കഷ്ടകാലത്തിൽ ആ വാക്യം ചേർത്ത് പഠിച്ച ഈ കഷ്ടതയുടെ കാലങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ദൈവം മാത്രമാണ്. നമ്മളൊക്കെ എത്രയോ ജീവിത സാഹചര്യത്തിൽ കഷ്ടതയുടെ നാളുകളിൽ നമ്മളെ ഒറ്റപ്പെടുത്തി, നമ്മളെ തനിച്ചാക്കി, അകലം വിട്ടുപോയ എത്രയോ വ്യക്തി ജീവിതങ്ങളെ, എത്രയോ കുടുംബാംഗങ്ങളെ, എത്രയോ സ്നേഹിതരെ, എത്രയോ സഹോദരങ്ങളെ നമുക്ക് കാണുവാനും അറിയുവാനും അനുഭവ വെളിച്ചത്തിലൂടെ നമുക്ക് ഓർക്കുവാനായി കഴിയും. അതെ സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ കാലങ്ങളിലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാവിലെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നാം ഈ ഒറ്റ വാക്യത്തെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഉത്തരം കഷ്ടകാലത്തിലും ഉണ്ടാകുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. 2, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നമ്മെ ഉയർത്തുമെന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. 3, കഷ്ടകാലത്ത് നീ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ള മറ്റൊരു തലം കൂടെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയും. അപ്പം കഷ്ടതയുടെ കാലങ്ങൾ, ജീവിതത്തിൽ ഒത്തിരി കാലഘട്ടങ്ങളുണ്ട്, ഒത്തിരി കാലങ്ങളുണ്ട്, ഒത്തിരി സീസണുകളുണ്ട്. ഒരു സീസണും അധിക നാള് നീണ്ടു നിൽക്കുകയില്ല. നിന്റെ കഷ്ടതയുടെ കാലങ്ങൾ മാറി സമൃദ്ധിയുടെ, അഭിവൃദ്ധിയുടെ, വിശാലതയുടെ, ഉയർച്ചയുടെ കാലങ്ങളിലേക്ക് നയിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വാക്യത്തിൽ നോക്കിയ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുന്ന ദൈവം. അപ്പൊ ഉത്തരമരുളണമെങ്കിൽ അതിൻ്റെ പിൻപിൽ, അതിൻ്റെ പിറകിൽ ഒരു ചോദ്യമുണ്ട്, ഒരപേക്ഷയുണ്ട്. കുഞ്ഞെ, ഇന്നലകൾ നിന്റെ ചോദ്യങ്ങൾക്ക്, നിന്റെ അപേക്ഷകൾക്ക്, നിന്റെ പ്രാർത്ഥനകൾക്ക് കഷ്ടതയുടെ കാലഘട്ടങ്ങളിൽ, കഷ്ടതയുടെ നടുവിൽ ഉത്തരം അരുളുന്നൊരു ദൈവം. 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തെ പറയുന്നു, കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതെ, കഷ്ടകാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം പ്രാർത്ഥിക്കുക എന്നതാ, വിളിച്ചപേക്ഷിക്കുക എന്നതാ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും കഷ്ടതയുടെ അനുഭവത്തിൽ, പ്രയാസത്തിന്റെ അനുഭവത്തിൽ ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ സ്നേഹിത, ദൈവാത്മാവ് വളരെ വ്യക്തമായി, വളരെ ശക്തമായി ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്ന് പകൽ പറയുന്നു, നിന്റെ കഷ്ടതയുടെ കാലങ്ങളെ
സമൃദ്ധിയുടെ കാലങ്ങളായി, അനുഗ്രഹത്തിന്റെ കാലങ്ങളായി, ദൈവപ്രവൃത്തിയുടെ നാളുകളാക്കി, ദൈവസ്നേഹം അനുഭവിച്ചറിയുന്ന ദിനങ്ങളാക്കി മാറ്റണമെങ്കിൽ നീ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. നിനക്ക് ഉത്തരം അരുളുന്ന കാലങ്ങളായി, ഉത്തരം ലഭിക്കുന്ന നാളുകളായി, കൊയ്യുന്ന നാളുകളായി നീ കണ്ണുനീരോടെ വിതച്ച ഒരു കാലം നമുക്കുണ്ട്. കണ്ണുനീരോടെ ചുമന്നുകൊണ്ട് പോയ വിത്ത് ചുമന്നുകൊണ്ട് പോയ കാലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ദൈവാത്മാ പറയുന്നു, നീ കൊയ്യാനായി പോകുന്ന ഒരു സമയമുണ്ട്. അന്ന് നീ കണ്ണുനീരോടെ അല്ല, ആർപ്പോടെ, ഉല്ലാസത്തോടെ, ഉത്സവത്തിന്റെ ഘോഷത്തോടെ നിന്നെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുമ്പോൾ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരവരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം. ആവേ അപ്പന്റെ വീട് വിട്ടിറങ്ങുന്ന യാക്കോബ് പോകുന്ന യാത്രാമധ്യയിൽ ഹല്ലേലൂയ ദൈവദൂതനോട് മല്ലുപിടിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് താനെടുത്ത തീരുമാനങ്ങൾ, എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ സൗഖ്യത്തോടെ ക്ഷമത്തോടെ മടക്കി അയച്ച ഞാൻ തിരികെ വന്ന് ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കും. അങ്ങനെ അപ്രകാരം തന്നെ യാഗപീഠം ക്രമീകരിച്ച ഒരു യാക്കോബിനെ പോലെ, അതെ, തീരുമാനത്തിന് ഉറപ്പുള്ള, അത് ചെയ്യുന്ന ഒരു യാക്കോബിനെ പോലെ ഇന്ന് പകൽ നാം ആയിരിക്കുന്നെങ്കിൽ നമ്മളെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. അതെ, കഷ്ടകാലങ്ങളെ മറക്കാം. യോബിനകത്തൊക്കെ പറയുന്നത് പോലെ, അതെ, നീ കഷ്ടതയെ മറക്കും. വെള്ളം ഒഴുകിപ്പോയതുപോലെ നീ അതിനെ ഓർക്കും. അതെ, കഷ്ടതയെ മറക്കട്ടെ, കഷ്ടകാലങ്ങളെ മറക്കട്ടെ, നല്ല കാലങ്ങളെ, ശുഭതയുടെ കാലങ്ങളെ നമുക്കായി കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ചെറിയ ഈ ഒരു ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ മാനിക്കട്ടെ.